പാക് അഫ്ഗാൻ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ ധാരണ. ഖത്തറിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നടത്തിയ അടിയന്തര ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ. നേരത്തെ നടപ്പിലാക്കിയ 48 മണിക്കൂർ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചിരുന്നു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഭാരതം സന്ദർശിച്ചതിന് പിന്നാലെയാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഈ പാക് അഫ്ഗാൻ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 48 മണിക്കൂർ വെടിനിർത്തൽ ധാരണയായിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രകോപനമായി വീണ്ടും രംഗത്തെത്തിയത്. ഒപ്പം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഒപ്പം 3 ക്രിക്കറ്റ് താരങ്ങളടക്കം നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ? നിഖിൽ, നമുക്കറിയാവുന്നതാണ് 3 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. ഔദ്യോഗികമായ ഒരു വെടിനിർത്തൽ ധാരണ ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും മധ്യസ്ഥത്തിൽ നടപ്പാവുകയും ചെയ്തത്. ഈ നടപ്പായ വെടിനിർത്തൽ ധാരണ സാങ്കേതികമായി 48 മണിക്കൂർ നേരത്തേക്കാണ് വെടിനിർത്തൽ ധാരണയെങ്കിലും തുടർ ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ തുടരണമെന്നൊരു നിർദ്ദേശം ഖത്തർ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നിർദ്ദേശമെല്ലാം ലംഘിച്ചാണ് ഇന്നലെ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ആക്രമണം ഉണ്ടായതും. ഈ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പേർ കൊല്ലപ്പെടുകയും പാകിസ്ഥാൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ 3 അംഗങ്ങൾ പോലും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും അടിയന്തരമായ നടപടികളിലേക്ക് ഇപ്പോൾ ഖത്തർ കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി തുടർ ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് കർശനമായ നിർദ്ദേശമാണ് പാകിസ്ഥാനിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഈ വെടിനിർത്തൽ ധാരണ ഇപ്പോൾ നടത്തായിരിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിക്കുകയും ഖത്തർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന ബോധ്യം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടായതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ വെടിനിർത്തൽ നടപ്പായിട്ടുണ്ട് എങ്കിൽ കൂടി അങ്ങിങ്ങായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ചില മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തുന്നു അല്ലെങ്കിൽ ആക്രമണത്തിന് മുതിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിഖിൽ, ഐസൺ, ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഈ ഭാരതത്തിലേക്ക് എത്തി ഇവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ ഒക്കെ കണ്ട് പല വകുപ്പ് മന്ത്രിമാരെയൊക്കെ കണ്ടതിന് ശേഷമാണ്, അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ ഭാരതത്തോട് അടുക്കുന്നത് പാകിസ്ഥാന് അത്ര രസിക്കുന്നില്ല. അത് തന്നെയല്ലേ ഇതിന് കാരണം? തീർച്ചയായും നിഖിൽ, ഇത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, അമീർ ഖാൻ മുട്ടാക്കി 5 ദിവസമാണ് ഭാരതം സന്ദർശിച്ചത്. ഭാരതം സന്ദർശിക്കുന്ന വേളയിൽ നിരവധിയായ ധാരണകൾ, അതായത് അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണം, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഇറാനിലൊക്കെ ഭാരതം നടത്തുന്നത് പോലെയുള്ള നിരവധി പോർട്ടുകൾ പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ നടത്തുന്ന ഒരു സാഹചര്യം, അതിന് തുടങ്ങി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഭാരതവുമായി കൃത്യമായ ചർച്ചകൾ തുടർന്ന് കാര്യക്ഷമമായ ബന്ധം നിലനിർത്തണം, അതുപോലെ തന്നെ കാബൂളിലെ എംബസി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോയ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ആക്രമണം ആരംഭിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഈ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം, സോവറിനിറ്റി സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങളെ എല്ലാം തന്നെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പാകിസ്ഥാൻ തുടർച്ചയായി അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാരതവുമായി അടുക്കുക, അതുപോലെ തന്നെ ഭാരതം ഒരു അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് വാണിജ്യ ബന്ധങ്ങളുടെയും ഭാരതം നയിക്കുന്ന തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളുടെയും സഖ്യത്തിന്റെ ഭാഗമാകുകയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന തിരിച്ചറിവ് തന്നെയാണ് പാകിസ്ഥാനെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അമീർ ഖാൻ മുട്ടാക്കി ഇവിടെ ഭാരതം സന്ദർശിച്ച വേളയിൽ വളരെ കൃത്യമായി പറഞ്ഞത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭാരതത്തിനെതിരായി ഭീകരതയ്ക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇത് വളരെയധികം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ആക്രമണം ഇതിന് പിന്നാലെ പാകിസ്ഥാൻ അഴിച്ചുവിട്ടു എന്നതൊരു വസ്തുതയാണ്. നിലവിൽ അന്താരാഷ്ട്ര സമൂഹം എല്ലാം തന്നെ ഇതിനെതിരായി നിലകൊള്ളുന്നുണ്ട്. സ്വാഭാവികമായും ഖത്തറും സൗദി അറേബ്യയും മധ്യസ്ഥത്തിന് ഇടപെടുകയും ചെയ്യുന്നതും ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തിയതും തീർച്ചയായും ഭാരതത്തിന്റെ ഒരു മുന്നറിയിപ്പിന്റെ, ഭാരതം എടുക്കുന്ന നിലപാടിന്റെ കൂടി ഒരു ശാക്തീകരണത്തിന്റെ ഭാഗം തന്നെയാണ് നടപടിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിഖിൽ, ഐസൺ, ഈ മുൻപൊരിക്കൽ ഐസൻ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം മുൻപൊരു 48 മണിക്കൂർ വെടിനിർത്തൽ ധാരണയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ധാരണ ലംഘിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ ധാരണയിൽ എത്രത്തോളം പാകിസ്ഥാനെ വിശ്വസിക്കാനാകും? നിഖിൽ, ഇത് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം. പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാകുന്ന ഒരു സാഹചര്യമില്ല. അതായത് വെടിനിർത്തൽ ധാരണ
നടപ്പാക്കുന്നത് പാകിസ്ഥാന്റെ തന്നെ ഭാഗത്തു നിന്നാണ്. അതായത് പാകിസ്ഥാൻ ഡ്യൂറന്റ് അതിർത്തിയിൽ അതിശക്തമായ ആക്രമണം അഫ്ഗാനിസ്ഥാൻ അഴിച്ചുവിടുകയും അത് കൃത്യമായി പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വയ്ക്കുകയും അതുപോലെ തന്നെ ആ പാകിസ്ഥാൻ സൈനിക സംവിധാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാൻ തന്നെയാണ് ഖത്തറിനെയും സൗദി അറേബ്യയെയും വെടിനിർത്തൽ ധാരണയെന്ന ആവശ്യവുമായി എത്തുകയും ചെയ്തത്. അത്തരത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് മുന്നിട്ടിറങ്ങിയ പാകിസ്ഥാൻ തന്നെ വീണ്ടും ആക്രമണത്തിന് മുതിർന്നു എന്നതാണ് 2 ദിവസം ഇന്നലെ നടന്ന ഏറ്റവും ഗൗരവതരമായ ഒരു സംഭവവികാസം. ആ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ വെടിനിർത്തലിനെ അനുകൂലിക്കുന്നു എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നതും വെടിനിർത്തൽ നടപ്പാകുന്നതും എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും കർശന നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണ നീക്കം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.